പ്രിയമുള്ള കലാസ്നേഹികളെ, സഹൃദയരായ പ്രേക്ഷക സുഹൃത്തുക്കളെ, ഇന്ന് വില്ലുധ്വനി നാടകോത്സവം നാടകസന്ധ്യ 4-ാം ദിവസം. നിളയിലും ഗായത്രിയിലും നടന സൗന്ദര്യത്തിൻ്റെ നറുനിലാവ് പരന്നൊഴുകുന്ന കലയുടെ ഉന്മാദരാവും. വില്വമലയിലെ ശിലാഗോപുരങ്ങളിൽ കന്നിനിലാവ് പെയ്തിറങ്ങുന്ന ഈ സന്ധ്യമയങ്ങുന്ന നേരത്ത് ഇതാ രംഗകലയുടെ വിസ്മയ കാഴ്ചകളുമായി അഭിനയ മികവിൻ്റെ ഈ നാടകരാവിൽ നിങ്ങളുടെ സ്വന്തം ടീം നടനം അവതരിപ്പിക്കുന്നു വെയ് രാജ വെയ്. മലയാളത്തിൻ്റെ മഹാപ്രതിഭ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന പ്രശസ്ത കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരമാണിത്. പ്രണയകഥകളുടെ സുൽത്താൻ എഴുതിയ അനുരാഗ കഥയുടെ രംഗാവിഷ്കാരം. സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ അതിസാധാരണക്കാരായ മനുഷ്യരുടെ കാപട്യങ്ങളില്ലാത്ത കൊച്ചു കൊച്ചു ജീവിതങ്ങളുടെ ത്രസിപ്പിക്കുന്ന വൈകാരിക സംഘർഷങ്ങളുടെ പച്ചയായ ആവിഷ്കാരമാണ് ഈ നാടകം. 1908 ജനിച്ച് 1994 യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അസാധാരണ പ്രതിഭ അത്യുന്നതമായ ജീവിത വീക്ഷണവും പ്രപഞ്ച ദർശനവുമുള്ള വിശ്വമാനവികതയുടെ വക്താവായിരുന്നു. ജീവൽ സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും കൊടികുത്തിവാണ 1940-കളിൽ എഴുത്തു ജീവിതത്തിന് തുടക്കമിട്ട ബഷീർ ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രചാരകനായിരുന്നില്ല. മറിച്ച് അദ്ദേഹം തന്നെ ഒരു മഹാപ്രസ്ഥാനമായി തീരുകയായിരുന്നു മലയാള സാഹിത്യത്തിൽ. ബഷീറിൻ്റെ ഒട്ടേറെ സാഹിത്യകൃതികൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. മതിലുകൾ എന്ന കഥ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി ദേശീയ അവാർഡുകൾ വരെ കരസ്ഥമാക്കിയത് നമുക്കറിയാം. ബാല്യകാലസഖി അതിൻ്റെ 1-ാം പതിപ്പ് 1967 ശശികുമാർ സംവിധാനം ചെയ്ത് നസീറും ഷീലയും അഭിനയിച്ച് ഇതേ നോവൽ തന്നെ 2014 മമ്മൂട്ടിയെയും ഇഷാദ് തൽവാറിനെയും നടീനടന്മാരാക്കി പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്യുകയുണ്ടായി. നീലവെളിച്ചം, ഭാർഗവി നിലയം എന്ന സിനിമയായും. അങ്ങനെ ബഷീറിൻ്റെ കൃതികൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവും മായാതെ മറയാതെ നിൽക്കുകയാണ്. ബാല്യകാല സഖിയും പാവപ്പെട്ടവരുടെ വേശയും പാത്തുമ്മയുടെ ആടും നീലവെളിച്ചവും അനുരാഗത്തിൻ്റെ ദിനങ്ങളുമടക്കം 50-ലേറെ കൃതികൾ എഴുതിയ ബഷീർ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയായിരുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്ന് ജീവിക്കുവാൻ പത്ര വിൽപ്പനക്കാരനെ, കൈനോട്ടക്കാരനും ഇറച്ചിവെട്ടുകാരനും എന്നുവേണ്ട പൊതുസമൂഹം പുച്ഛത്തോടെ കാണുന്ന ഏത് ജോലിയും ചെയ്തു. സന്യാസികളുടെയും സൂഫികളുടെയും തെരുവിലെ പിടിച്ചുപറിക്കാരുടെയും വേശ്യകളുടെയും ജീവിതങ്ങൾ അടുത്തും അനുഭവിച്ച് മറിഞ്ഞ ബഷീർ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് രചനകൾ അത്രയും നടത്തിയത്. മാന്യ പ്രേക്ഷകരെ, നാടക കലാസ്നേഹികളെ, ഈ രംഗവേദിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വെയ് രാജ വെയ് 1950-കളിൽ ഏക്യ കേരളം പിറവിയെടുക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കഥയാണ്. അതായത് ഏതാണ്ട് 73 വർഷങ്ങൾക്കും അപ്പുറം നമ്മുടെ ഒരു ഗ്രാമീണ തെരുവിൽ ആഴ്ചച്ചന്തയിൽ പ്രണയവും സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും സംഘർഷങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഒരു ജീവിത നാടകം തന്നെ. തെരുവിലെ മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറും മകൾ 19-കാരിയും സ്ഥലത്തെ പ്രധാന സുന്ദരിയുമായ സൈനബയും പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയും. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിങ്ങളുടെ പ്രേക്ഷക സദസ്സിന് മുന്നിൽ എത്തിപ്പെടുകയാണ്. വരൂ, കാണൂ ഈ തെരുവിലെ ജീവിത കാഴ്ചകൾ.
പ്രണയം പൂക്കുന്ന തെരുവ്, ജീവിത സംഘർഷങ്ങളിൽ നിന്നുയരുന്ന നിലവിളികൾ, പൊട്ടിച്ചിരികൾ, അങ്ങനെ തീരെ ചെറിയ ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ തെരുവിൽ ജീവിതം ത്രസിച്ചു നിൽക്കുകയാണ്. കുട്ടികൾ, വൃദ്ധന്മാർ, സ്ത്രീകൾ, അങ്ങനെ ഈ തെരുവ് ഇതാ ജനനിബിഡമായി കൊണ്ടിരിക്കുകയാണ്. തുടിക്കുന്ന ഗ്രാമഹൃദയത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. കഥാരചന നിർവഹിച്ച ബഷീർ തന്നെ ഇതിൽ വലിയൊരു സാന്നിധ്യമാണ്. മംഗോസ്റ്റ്യൻ മരത്തിൻ്റെ ഹരിത സൗന്ദര്യത്തിന് കീഴിൽ ചാരുകസേരയിൽ ഗ്രാമഫോണിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട KL സൈഗാളിൻ്റെ സുപ്രസിദ്ധമായ റോജ രാജകുമാരി സോജ രാജകുമാരി എന്ന മെലഡിയുടെ രാഗാദ്ര സൗന്ദര്യത്തിൽ സ്വയം മറന്ന് ഭാവനയുടെ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാകൃത്ത് കൂടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാഴ്ചയാവുകയാണ്. പ്രേക്ഷകരെ, ആമുഖമായി ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആസ്വാദനം പൂർണ്ണമാകില്ല എന്നുള്ളതാണ് സത്യം. ഈ നാടകത്തിൻ്റെ സംവിധാന സാക്ഷാത്കാരം നിർവഹിച്ചത് നിങ്ങൾക്ക് പ്രിയങ്കരനായ തിരുവില്ലാമലയുടെ ശില്പിയും ഗായകനും എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനും അതെ ബഹുമുഖ പ്രതിഭയായ ശ്രീ സുരേഷ് ബാബുവാണ്. ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാവ്യക്തിത്വങ്ങളെ മുഴുവനായി നിങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ശ്രീമതി ബീന മനോജിനെ ക്ഷണിക്കുന്നു. സ്വാഗതം മീന മനോജ്. വില്വാദിനി 2023 നാടകോത്സവത്തിൽ നമ്മുടെ ഏവരുടെയും കണ്ണ് നനയിച്ച ടീം നടനം അവതരിപ്പിച്ച അമ്മ എന്ന നാടകം വില്വാദിനി 2024 വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കഥയ്ക്ക് ദൃശ്യാവിഷ്കാരം ഒരുക്കുന്നു. വെയ് രാജാ വെയ് എന്ന പേരിൽ ബഷീറിയൻ കഥാപാത്രങ്ങളായി നമ്മുടെ നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും അരങ്ങിലെത്തുമ്പോൾ അഭിമാനിക്കാം, കാത്തിരിപ്പിനൊടുവിൽ ഇതാ ഇവിടെ തിരശ്ശീല ഉയരുമ്പോൾ ഒറ്റക്കണ്ണൻ പോക്കറായി കണ്ണൻ പുത്തൻപുര, മണ്ടൻ മുത്തപ്പ, ജയൻ പട്ടിപ്പറമ്പ്, സൈനബ ജ്യോതി ഗാന്ധിഗ്രാം, മമ്മൂഞ്ഞ് മണികണ്ഠൻ മുല്ലക്കൽ, ബാർബർ അവറാൻ രാജേഷ് പുത്തൻപുര, ഷുക്കൂർ മധു തെക്കേതിൽ, മമ്മദ് സിനേഷ് തെക്കേതിൽ, പാത്തുമ്മ സുന്ദരി സുകുമാരൻ, പോലീസ് അസീസ് പാമ്പാടി. അതിഥി താരങ്ങൾ അദ്വൈത്, അനുരുദ്ര, അമൃത് സരോവർ, ജിതിൻ, ധീരജ്, നിരഞ്ജൻ, ജിയ, ദിയ, അജയ്. അവതാരിക ജയൻ തിരുവല്ലാമല. മേക്കപ്പ് വേണു പി നായർ തിരുവല്ലാമല. ശബ്ദമിശ്രണം ജയറാം കുന്നുംപുറം. കൊറിയോഗ്രാഫി അനാമിക പ്രദീപ്. നാടക ആവിഷ്കാരം ബീന മനോജ് തിരുവല്ലാമല. സംവിധാനം സുരേഷ് ബാബു തിരുവല്ലാമല. ടീം നടനം അവതരിപ്പിക്കുന്ന വെയ് രാജാ വെയ് ഇതാ ഇവിടെ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, 2023 വില്ലുധ്വനി നാടകോത്സവം ഇവിടെ അരങ്ങേറുമ്പോൾ നമ്മളുടെ വഴികാട്ടികളായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ 2024 ആവുമ്പോഴേക്കും നമ്മെ വിട്ടുപോയിരുന്നു.
ആ മഹാനുഭാവന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അവരുടെ പേരുകൾ ശ്രീ VR ദാസ്, പ്രശസ്ത സിനിമാ നിർമ്മാതാവ്. രമ്യ രാമു, അദ്ദേഹം നാടകത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. നമ്മോടൊപ്പം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അദ്ദേഹം നമ്മെ വിട്ടുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെയും VR ദാസിൻ്റെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ 2 തുള്ളി കണ്ണുനീർ അർപ്പിക്കാതെ ഈ നാടകം ഇവിടെ അരങ്ങേറാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു നിമിഷം അവർക്ക് വേണ്ടി ഒരു മൗനപ്രാർത്ഥന നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തുണിയൊക്കെ ഒന്ന് കുത്തിപ്പിഞ്ഞിട്ടാണ് എന്ത് ഞമ്മളാ പിന്നെ അങ്ങോട്ട് പിഴിഞ്ഞാ മതി. പിന്നെ എന്ത് കാണാൻ പോയിക്ക് വന്ന് നമ്മളീ പുഴ കാണാൻ. അതിന്റെ പേര് കാണി. നിന്റെ വണ്ടി എവിടെ? എന്റെ വണ്ടിയല്ലേ ഞമ്മന്റെ അരേന്. ശരി.
കൊടുക്കണ്ടേ? ഇത് നമ്മളെല്ലാവരോടും പറഞ്ഞു കൊടുക്കണ്ടേ? സുരേഷ് മോനെ, നിങ്ങൾ എവിടെയാണോ? വേഗം വണ്ടി വാടാ. എന്ത് പറയണ്ടാന്ന്? ശരി, നീന വാ. ആണുങ്ങളായ ആണുങ്ങളായ ചിലപ്പോൾ പോക്കറ്റ് പിടിച്ചു വയ്ക്കും. ഉള്ളവരുണ്ട്. പക്ഷെങ്കിലേ ഇതര കാട്ടൂല. ഇതൊന്നാലും ചോക്ക് ഇത് ശരിയാണ്. ഇത് ശരിയാണേ. ഇനി ഇങ്ങനെ ചെയ്യോ? ശരിവാ, ഇനി ചെയ്യാതെ നമ്മള് അതിനെന്തിനും കരയണ്ടേ? കരയണ്ടേ? അപ്പോ നാട്ടുകാരായാലും കണ്ടു നമ്മളെ എന്താ വിചാരിക്കാ? കരയണ്ടേ? എന്റെ ബാപ്പ എങ്ങാനും കണ്ടു കഴിഞ്ഞാല് അമ്പ മയ്യത്ത് ഈ പോയപ്പോഴോ കരയാണ്ടിരിക്കും. നമ്മളാരോട് പറഞ്ഞു കൊടുക്കാനാണ്? അന്ത് ബാപ്പാനോടാ? അല്ലോ നല്ല കഥ. എടി ഓരും നമ്മൾ ശത്രുക്കളല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കോ? പഠിച്ചവനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലേരിപ്പത്തിലേക്ക് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യം അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയൂ ശൈനബ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കരളീനൊരു വേദന. പഠിച്ചോനെ അതുണ്ടാവും. അത് ഈ മഴക്കാലത്തുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇത് പേടിക്കണ്ട. അയ്യോ, ആ വേദന അല്ല. എന്ത് വേദനയാണ്? അത്രയും പെട്ടെന്ന് വൈദ്യുതി കാണിച്ചോ. ഇത് ആ വേദന അല്ല. എന്ത് വേദനയാണ്? എനിക്ക് നിങ്ങളോടൊരു എന്ത് വിസില? വിസിലല്ല, കുന്തം. കുന്തോ? കുന്തല്ല, കൊടച്ചക്രം. കോടച്ചക്രോ? അല്ലോ, നിങ്ങളൊന്ന് പോണുണ്ടോ? കുന്തം കൊടച്ചക്രം ഒന്നല്ല. വേറെല്ല, ഈ നാട്ടുകാർ മൊത്തം നിങ്ങളെ മണ്ടമുത്തപ്പന്ന് വിളിക്കണേ. ഇജ്ജും കൂടെ എന്നെ അങ്ങനെ വിളിക്കല്ലേടി. അന്റെ ഇടനെഞ്ചിൽ എന്താന്ന് അറിയാത്തോണ്ടല്ലേ നമ്മൾ ചോദിക്കണത്. എന്നാലേ നമ്മൾ പറയൂല, നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചോളി. എന്നാലേ നമ്മൾ പറയൂല, നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചോളി. അത് പറഞ്ഞിട്ട് പോന്ന്. അതൊക്കെ നമുക്കത് ആലോചിക്കാനുള്ള കഴിവില്ല എന്നുള്ളത്. കഴിഞ്ഞ പെരുന്നാളിലൊന്നും ആലോചിച്ചിട്ട് വേദന ഇതുവരെ പോയിട്ടില്ല. എന്നാലും ശൈലവ് പറഞ്ഞില്ലേ നമുക്കൊന്ന് ആലോചിക്കാം. അറിയുന്നൊരു വേദന വാ
അതന്നെ വെച്ചേ മീനെ 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 മാന്തളെ മാന്തളെ മീന് മീനെ മീന് മീനെ മീനെ ഒറ്റക്കണ്ണൻ മാന്തളെ ഒറ്റക്കണ്ണൻ മാന്തളെ എന്താ പാത്തിയാലേ നല്ല ചൂടിലാണല്ല നിങ്ങൾക്കേ മാന്തലിനെ പോലെ ഒറ്റ കണ്ണല്ലേ ഉള്ളൂ അതിന്റെ സ്വഭാവവും സ്വന്തം കാര്യം നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട പോക്കരെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട പോക്കരെ നമുക്കൊന്ന് കളിച്ചിട്ട് പോയാലാ നിങ്ങളുടെ പൊന്നാരും കൊണ്ട് നമ്മുടെ അടുപ്പിന് വേവില്ല പോക്കരെ അതിന് വേറെ ആളെ നോക്കിക്കോളി നമുക്ക് വേറെ തൊഴിലുണ്ട് മീനെ 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 എന്റെ കളപ്പിൽ ഇപ്പോഴും ഉണ്ട് ഓള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ നമ്മക്കിങ്ങനെ നമ്മള് പറഞ്ഞ് ഓള കണ്ടപ്പോ നമ്മളൊക്കെ മറന്നു പോയാ തായി കൊറേ പോയേക്കണ് നിങ്ങളിന്നെ അപ്രന്റീസാക്കുക അപ്പൊ ചാക്കാനാ അതെന്ത് കുണ്ടാക്കാണ് നിങ്ങളിന്ന കളി പഠിപ്പിക്കാൻ കളി പഠിപ്പാനല്ലേ അന്ന് നമ്മൾ കളി പഠിപ്പിക്കാൻ പണ്ട് മൂക്കിലൂടെ പുക വിടാൻ പഠിപ്പിച്ചതില്ലേ ഇത് പത്തനുള്ള കാര്യം നമുക്ക് തരാനുണ്ട് അത് ഇവിടെ പറ്റടാ എന്നിട്ട് തലച്ചോറായിട്ട് വാ ഇറങ്ങി പോണ ഹിമാലയ പോള ഒറ്റക്കണ്ണി മീശ മങ്കി അന്ന് നമ്മള് ഇങ്ങനെ കളിക്കാം അന്റെ മറ്റേ കണ്ണ് പൊട്ടി പണ്ടാറടി പോടാ ഇത് പിന്നെ മക്കളെ അതിലൂടെ കളിക്കണ്ട പറ്റിക്കോ ഓടിക്കോ ഇത് പിന്നെ വന്നോ നമ്മള് കോളി കളി കളിക്കണ അവന്റെ ഒരു കാര്യത്തിൽ പിരാന്തനാണ് അവൻ വരി നമ്മക്ക് കളിക്കാം ചീട്ടിടി വന്നോളെ വന്നോളെ വെച്ചോളെ വെച്ചോളെ വെക്കാൻ പോവാണ് വെക്കാൻ പോണ് നോക്കിക്കോളെ 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 വെച്ചോ വെച്ചോ ഇപ്രാവശ്യം നമ്മള് ആദ്യം വെച്ചിക്കണ് ഞാനും ഇതിനെ വെച്ചു വെച്ച വെച്ചാക്കണ് ഇരിക്കട്ടെ ഇരിക്കാൻ പോവാണ് കമ്പനിക്ക് അടിച്ചാക്കണ് ബേജാറാവണ്ടാന്ന് നിങ്ങള് വീണ്ടും വെക്കി ചക്കൊരു ഭാഗ്യമില്ല എപ്പോഴും കിട്ടൂല വെച്ചോളി വെച്ചോളി അടുത്ത് വെച്ചോളെ വെച്ചോളി വെക്കട്ടെ വെച്ചോ എന്താ വെക്കണില്ലേ വെക്കണില്ല ഓനും പോയ ഒറ്റക്കണ്ണാൻ പോക്കറ് നമുക്ക് അന്നെ തെരഞ്ഞു നടക്കൊണ്ട് കുറെ കാലായിക്കണേ നമ്മള് ഇതെന്താണ് നേരം പോക്കോ ചീട്ടുകളി നേരം പോക്കണ നിനക്ക് ഇട്ടിച്ചില്ല പോകുമ്പോ ഇവിടെ നേരം പോക്കണ നേരം പോക്കന്നെ നേരം പോക്കണ വെറുതെ മൈക്ക് കളിക്കല്ലേ നേരം പോക്കല്ലേ പറ്റിട്ടേ ചവോറാക്കി കള എന്താണത് പോലീസിന് കൈക്കൂല നേരം പോക്കണ ഇതിന്റെ നേരം പോക്ക് ഞാൻ കളിക്കടാ ഇതിന്റെ നേരം പോക്ക് ഞാൻ പിന്നെ കളിക്കാൻ പോലെ ഇപ്പൊ കളിക്കണം പിന്നെ കളിക്കാം പോലീസിന് നീ കളി പഠിപ്പിക്കണം ചീട്ടുറ ചീട്ട് ഞാൻ കാണറ ഒന്നെടുത്ത രണ്ട് രണ്ടെടുത്ത നാല് നാലെടുത്ത 8 നമ്മുടെ കയ്യില് ഒരു രൂപ ചീട്ട് 2 പുള്ളിക്ക് രൂപ ചീട്ട് വെച്ച കായ് ഇങ്ങക്ക് പുള്ളിച്ചീട്ടിൽ വെച്ച കായ് നമ്മക്കാണ് നീ ചീട്ടുറ നീ പോലീസുകാരെ കളി പഠിപ്പിക്കണ്ടടാ ചീട്ടുറ നോക്കിക്കോളെ നോക്കിക്കോളെ നോക്കിക്കോളെ
അച്ഛോ. അച്ഛാ. ഇരിക്കാൻ പോവാണ്. ഇരിക്കാൻ പോവാണ്. അയ്യോ, കമ്പനിക്ക് അടിച്ചേക്കണ്. അയ്യോ, കമ്പനിക്ക് അടിച്ചാണ്. അല്ലല്ലോടാ ഇല്ല, ബേജാറാവണ്ട. വീണ്ടും വെച്ചോളെ. പോലീസുകാരെ നീ പറ്റിയല്ലേ നിന്റെ കളി ഞാനത് കാണട്ടെ അടുത്ത കേട്ടോ ആ, വെക്കാൻ പോവാണ്. നോക്കിക്കോളെ. ഞാനും നോക്കിക്കോളെ. ഇവിടെ വാടവിടെ വെക്കാൻ പോവാണ്. നോക്കിക്കോളെ. 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 ഇവിടെ വാടവിടെ ആ, നിങ്ങൾ ഹൽവ, ഹൽവ. അയ്യോ ഭാഗ്യന്ന് എന്താണ്ടാ ഒന്നുമില്ല. എന്താ അതൊന്നുമില്ല. ഓനെ എന്താ പറഞ്ഞതാ. കമ്പനിക്ക് അടിച്ചിരിക്കുന്നത് കമ്പനി കടിക്ക് അതെ. അന്നെ പിന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടോ ഇവിടെ വാടവിടെ ഈ പോലീസിനും അന്റെ കളി ഇവിടെ വേണം ഇവിടെ വേണം ഇവിടെ വാട നിന്റെ കളി പോലീസിനോട് വേണ്ട മര്യാദയ്ക്ക് ഇവിടെ കളിക്കോ ഇവിടെ ഇവിടെ വാടവിടെ ഓനെ പോലീസാ. മാറനാണ് വരുന്നതെങ്കിൽ മാറനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കണം മാവ് വേണം വെണ്ണ വേണം പൂവാലി പശുവേ പാൽ തരണം നിങ്ങൾ എന്തിനാണ് അന്റെ ഈ ഉണക്കപ്പത്തിരി ഇന്നുകൊണ്ടൊന്നും നിന്റെ വയററിയൂല. പള്ള കഴിഞ്ഞിട്ടോ എന്താ അവിടെ തിന്നാനുള്ളത്? കൈ കഴുകിക്കോളി. കയ്യേറെ ഇവിടെ ഇവിടെ വെള്ളം. അള്ളോ ഞമ്മളിത് മറന്ന്. സൈനവ, അനക്ക് നമ്മളെ പറ്റി എന്താ ഒരു പൊതു അഭിപ്രായം? നിങ്ങളൊരു മണ്ടനൊന്നും അല്ലാന്ന്. അത് നമ്മുടെ ബാപ്പ വെറുതെ പറയണതാണ്. ആണല്ലേ? പച്ചെങ്കി നിങ്ങളൊരു പോക്കറ്റടിക്കാരനല്ലേ, ഒരു കള്ളനല്ലേ? അത് സൈനവ, നമ്മൾ ഈ പൂരത്തിനും മറ്റിങ്ങനെ പോകുമ്പോണ്ടല്ല നമ്മുടെ ഈ കജ്ജി ഇങ്ങനെ അറിയാണ്ട് ഓരോ പോക്കറ്റിക്ക് ഇങ്ങനെ പോവുക. എന്നാ കൈ ഇനി നമുക്ക് വേണ്ട. നിങ്ങളൊരു ജെന്റിൽമാൻ ആയാ മതി. അല്ലോ ചെഞ്ചിൽമാനാ ആ. സൈനവ, ചിട്ടേന്റെ മോളെ കൊടക്കെ ജെട്ടിയിട്ടിട്ട് നമ്മൾ നിൽക്കാനാ? അല്ലോ നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്? അത് സൂപ്പർമാൻ. നിങ്ങൾ ജെന്റിൽമാൻ ആയാ മതി. അപ്പൊ അതിങ്ങനെ തന്നെ മതിയില്ലേ? ജെന്റിൽമാൻ അത്രക്കൊക്കെ വേണോ? ആ വേണം. എങ്കിൽ ജെന്റിൽമാനെങ്കിൽ ജെന്റിൽമാൻ. സൈനവ, കണ്ടോ? പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി അപ്സര രാജകുമാരി ആയി ശരിയായില്ല. ആയി എന്നാ പിടിച്ചോ, അടുത്തത് പിടിച്ചോ. ആ. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം നീയൊരു മലർവാടി മധുമലർ മൊത്തുകൾ പോരാടി വിരികളാടി ഒന്ന് വെറുതെ ഇരിക്കുന്നു. ഇത് ശരിയില്ല. എങ്കിൽ പിടിച്ചോ, അടുത്തത് പിടിച്ചോ. സിനിമ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്നതീ നിമിഷം കസ്തൂരി മാൻമിഴി മലർസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. എങ്ങനെയുണ്ട്? മതിയോ? മതി.
എങ്കിൽ ജെന്റിൽമാൻ ഒരു കുറ്റിപ്പുട്ട് കൊണ്ടുവരൂ. സൈനവാന്റെ പുട്ടെന്ന് വെച്ചാല് അത് പല്ലിയാക്കാണ്ട് തിന്നാലോ. സൈനവാന്റെ പുട്ടെന്ന് വെച്ചാൽ അത് 1.5 പുട്ടാണ് കേട്ടാ. കഴിച്ചോളി. പൊള്ളി പോയി പൊള്ളി. ചൂടുണ്ട. കുഴപ്പമില്ല കുഴപ്പമില്ല. സൈനവാ ഇവിടെ കുത്തിരിക്കി. ആരെങ്കിലും കാണും. ആര് കാണാൻ? ആരെങ്കിലും കാണും. മുത്തപ്പ, അനക്ക് ഞമ്മളെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മൾ എത്രത്തോളം ഇഷ്ടമുണ്ട്? പറഞ്ഞോലേ ജന്നാത് നമ്മളടുത്ത് പറയാനിട്ടോ. സൈനവാ അനക്ക് നമ്മുടെ അടുത്ത് എത്രത്തോളം ഇഷ്ടണ്ടെന്ന്. ഈ അന്ത്രിമാനിക്കാന്റെ പുരയുടെ മുമ്പിലുള്ള വലിയ കുണ്ടങ്കിണർ കണ്ടക്കണ? കുണ്ടങ്കിണറാ? ആ, ഇന്ന് ചാടി നാളെ എത്ര വലിയ കുണ്ടങ്കിണര്. കണ്ടിക്കണ്. അത്രത്തോളം ഇഷ്ടണ്ടോ എനിക്ക് തന്നോട്. സൈനവാ അന്നേ ഞമ്മക്ക് വേണ്ടിയിട്ട് പഠിച്ചുണ്ടാക്കിയതാണ്. ഇജ്ജ് കേട്ടോ? താതിന്ന തെങ്ങിന്റെ തന്നിനാരോ തന്ന താതിന്ന തെങ്ങിന്റെ തന്നിനാരോ. പിടിക്കാൻ കിട്ടൂല. സൈനവാ എന്നാ കുറിച്ചു കൊല പത്തത് നമ്മൾ ആരോട് പറയൂല. സൈനവ ഒന്നും കൂടെ. അത് പായക്കൊല പത്തത് നമ്മൾ ആരോട് പറയൂല. സൈനവാ മുത്തപ്പ, പച്ചമത്തി പോലെ ഇരിക്കണ കൈ എന്തപ്പത് ഉണക്കമത്തി വറുത്ത പോലെ ഇരിക്കണേ. മാമാ ഇനി നമ്മള് പോക്കറ്റ് അടിക്കണ്ടെന്ന് സൈനവ പറഞ്ഞത്. നമ്മളാ തൊഴിലൊക്കെ നിർത്തി. പിന്നെ എന്താണല്ല നമ്മളീ ചായയുടെ കച്ചവടമൊക്കെ നോക്കി അതിന് മാമക്ക് 200 രൂപ ഒന്ന് സഹായിക്കണം. 200 രൂപ അനക്ക പണ്ട് മൂക്കു കൂടെ പുക വിടാൻ പഠിപ്പിച്ചതിന് 10 കായ് ഇത് നമുക്ക് തരാനുണ്ട്. അത് ഇവിടെ പറ്റടാ. എന്നിട്ട് ഇറങ്ങി പോട നമുക്ക് ഞങ്ങൾക്ക് ഈ മാസം തന്നെ നിക്കാതെ കഴിക്കണം. കാലത്തോളം നമ്മളെ സമ്മതിക്കൂടാ. ഇറങ്ങി പോ.
പോടാ ചെയ്താണ് നിങ്ങൾക്ക് റൂളുള്ള കാലത്ത് തന്നെ നമ്മൾ ചെയ്തമാല കെട്ടും. ഇറങ്ങി പോടാ എന്ത് കാണാൻ നിൽക്കാടി കേറി പോരാത്ത് കേറി പോരാത്ത് ശരിയാക്കി തരാ. ഇവിടെ ബേജാറാകണ്ടാന്ന്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്താണ് ആരാണ് അവരാര്? എന്തല്ല എന്തൊക്കെയാണോ എന്റെ അവറാനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇജ്ജ് വല്ലതും അറിയണ്ട. നമ്മളറിയാത്ത കാര്യങ്ങൾ എന്താണ്ടോ? നമ്മുടെ പോക്കർക്ക് ഒരു കച്ചറ ഉണ്ടാക്കിക്കണേന്ന്. അച്ഛനെ ആ കാര്യം എന്താ തെളിച്ച് പറയണോ? ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ പോക്കർക്കാരന്റെ മകള് ഷൈനബി നമ്മുടെ മണ്ടമൂത്താപ്പില്ലേ ഓനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ അവിടെ നടക്കുന്നു. ഇത് നമ്മുടെ പോക്കർക്കാരനോട് കണ്ടു. അല്ല ആ. ഈ പെണ്ണുങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? പ്രേമം അല്ലാണ്ട് എന്താ ഇപ്പൊ ഇത് പറയാ? പ്രേമത്തിനുണ്ടോ വല്ല കണ്ണും മൂക്കും ഒക്കെ? വേലയും കൂലിയും ഇല്ലാത്ത കുറെ ചെക്കന്മാരെ പ്രേമിക്കാൻ നടക്കണ കുറെ പെണ്ണുങ്ങളില്ല നമ്മുടെ നാട്ടില്. ആ ഇനിയിപ്പൊ ഇവിടെ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് നടക്കും. എന്ത് നടക്കാനാ ഇവിടെ ഒരു കുന്തോ നടക്കൂല. അല്ല പോക്കർക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ? എന്താ അനക്ക് കണ്ണില്ലേ പാത്തേ? കണ്ടില്ല കേട്ടോ. ഇവിടെ യുദ്ധല്ലേ നടക്കുന്നു പോക്കർക്ക്. യുദ്ധം. ഒരാളൊരു ബോംബെടുത്ത് അങ്ങോട്ടിടും, മറ്റാള് ബോംബെടുത്ത് ഇങ്ങോട്ടിടും. ഇടയ്ക്ക് ഓരോ വെടിവെപ്പും നടക്കും. ഞമ്മക്ക് രോഗമുള്ള കാലത്തോളം ഇവിടെ ഒരു പുണ്ണാക്കും നടക്കൂല. അത് ശരി. അവറാനെ അന്റെ പേപ്പർ എവിടെയോ? ഇതെന്താ നോക്കി നിൽക്കുന്നത്? പഠിക്കാനാണ് ഇവിടെ കുത്തിരിക്കും മനുഷ്യ. മോന്തൊക്കെ നേരെ വേണ്ട കണ്ടോളി. അതും പറയാനൊന്നുമില്ല. നമ്മള് അഴകന്നെ. കവിതാക്കൾ ഒളിച്ചോടി. അല്ലാ 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 തോര 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 അല്ലാ നമ്മുടെ തുണി എവിടെ? അല്ലാ അല്ലാ കുഴപ്പമില്ലാണ്. എന്നോട് നമ്മള് താടി പഠിക്കാനല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല. ഇത് കോഴിയെ നന്നാക്കുമ്പോ ഞാൻ നന്നാക്കരുത്. അല്ലോ കുഴപ്പമില്ല. അല്ല പടത്തറ പുള്ളായ തമ്പുരാനെ ഇതെന്താ ഇത്? നാട്ടുകാർ കാണുമ്പോ വീട്ടടാ നമുക്ക് വീട്ടടാ ഇവിടെ വന്നിരിക്കും മനുഷ്യങ്ങള്. മമ്മൂട്ടി കണ്ട എന്താണ്ടാ അവറാനെ? നിങ്ങള് ഒതുങ്ങിയിരിക്കണ്ടേ? അല്ല ഇതിങ്ങട് വാ. കാര്യം പറയും മനുഷ്യ. ഇതൊക്കെ ഇത് ചേർന്നിട്ടുണ്ടാക്കിയതാണ്. ചെറുതല്ലേ ഇടയ്ക്ക്. അല്ല ഇത് അത്തിപ്പീടികാണ് അത് പാർപ്പശാപ്പ. നാട്ടുകാർ കേക്കും. അല്ല കോഴിക്കോട് ഇത് നമ്മുടെ ജില്ലയാണല്ലോ. ആ പറയും. കോഴിക്കോട് കക്കോടി സ്വദേശിനി 19-കാരിയും അയൽക്കാരനുമായി ഒളിച്ചോടി. മനുഷ്യ അതൊന്ന് തീർക്കട്ടെ. നമ്മള് നമ്മുടെ പേപ്പറിലുള്ളതല്ലേ വായിക്കണം അവറാനെ. എവിടെയോ ഒരു കുത്തല്. ഇവർ 10 വർഷമായി കടുത്ത പ്രേമത്തിലായിരുന്നു. ഓള് പ്രേമത്തിലെത്ര നമ്മളെ നിങ്ങള് കേൾക്കുന്നതൊക്കെ ആയുധം വെച്ചുള്ള കളിയാണ്. ഇതൊന്ന് നിർത്തണ്ട. ഇപ്പൊ നിർത്താം. ഇവർ ഉച്ചതിരിഞ്ഞുള്ള തലേ ദിവസത്തെ വണ്ടിയിൽ ആ വണ്ടി അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ഓടണ്ട. അത് അവിടെ നിൽക്കട്ടെ. ഇത് അനക്ക് കേൾക്കേണ്ട ഒറ്റത്തി വായിച്ചാൽ നമ്മൾ കാണിച്ചാൽ ഇത് കാണിച്ചു. അങ്ങനെ വായിക്കും. അല്ലാണ്ട് നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ വേണ്ടിട്ട് വായിക്കണ്ട. അല്ല അതെ നമ്മള് കേൾക്കാൻ വേണ്ടിട്ട് വായിച്ച ഈ പല്ലി മാറി അത് നമുക്കറിയാം. എവിടെ നിങ്ങളൊന്ന് കുത്തിരിക്കണ്ടോ? പഠിക്കണ തൂങ്ങി മരിച്ച ബാപ്പ എന്റെ ഇടിഞ്ഞുതൊടി അബ്ദുറഹിമാൻ സാഹിബും മുത്തപ്പേ മുത്തപ്പ അന്റെ കാര്യം ഇപ്പൊ നമ്മൾ ആലോചിച്ചു. എന്താ അന്റെ പ്രേമൊക്കെ ഇപ്പൊ എന്തായിടോ? അതോ
അയി നമ്മുടെ മാമാനെ ബെല്ലി വിളിച്ചത് സൈനവാക്ക് നമ്മളെ പെരുത്തിഷ്ടാണ്. ഞമ്മക്ക് ഓളെ നമ്മള് മനസ്സിൽ ചിലതൊക്കെ കണ്ടക്കണേ. ഏത് അത് നമ്മളങ്ങോട്ട് നടത്തും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളാ ഇബിലീസ് മാമ നല്ല തെണ്ടിത്തരായിട്ട് കയറി വന്നാല് ഓനെ കൊനിച്ചീർത്തിട്ട് ചവിട്ടിക്കുട്ടി പഞ്ഞാക്കി നമ്മളാ പോയേക്കാറ്. ഇജ്ജാടാ ആൺകുട്ടി, ഇജ്ജൊരു കാര്യം ചെയ്യും, ഇതൊക്കെ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാളാ. എവിടെ ആരപ്പത്? അരേ ഭായ് കേസ ഹോ? ഓരോടെ ഇഷ്ടമാണ് കെട്ടിച്ചു കൊടുത്താളാ. ഓനൊരു ആൺകുട്ടിയല്ലേ? അല്ലടോ, നമ്മളെ ആൺകുട്ടി തന്നെയാണ്. ആൺകുട്ടിയാ? ഇതൊരു ആൺകുട്ടിയില്ലേ? ഇങ്ങളെ എല്ലാരും കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം കൂടി പറയാം. നമ്മുടെ സൈനവാക്ക് നമ്മള് അങ്ങ് പേശിയൊരു പൂജാപ്ലാനെ കൊണ്ടുവരും. എന്നിട്ട് നിക്കാഹ് നടത്തും. നിക്കാഹിൻ്റെ അന്ന് നല്ല മൊത്തം പോത്തു ബിരിയാണി വയ്ക്കും. അത് നട്ടി തിന്നാനെ കൊണ്ട് വന്നോടെ കല്ല ഓൾക്ക് നമ്മുടെ മുഖത്താല് നമ്മുടെ ഇവിടെ ഉള്ളപ്പോ ഒരു നായന്റെ മക്കളും തൊള്ളറക്കണ്ട. നോക്കണേ ഇവിടെ വാ. അപ്പങ്ങാനും സൈന പോലെ ഇഷ്ടാന്ന് പറഞ്ഞ ആരപാത്ത ന്യായം. അത് നമ്മുടെ മുത്തപ്പന്റെ ഭാഗം. അപ്പൊ പോക്കറെ അല്ലെങ്കിൽ ഓൾക്കോടെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ആരപാത്ത ന്യായം. മുത്തപ്പ പോക്കറെ വരെ കൂടാ പോടാ. എന്താ മമ്മത് ചവിട്ടിയ നീങ്ങില്ലേ? ശൈത്താൻ പിടിച്ച മനുഷ്യന്മാര് കുറച്ച് നേരത്തേക്ക് നമ്മൾ നിയമസഭയിൽ വിചാരിച്ചു പോയി. മുത്തപ്പ ജിങ്ങട് വാ. എന്താണ്? അണക്ക് സൈനബാന വേണം. പിന്നെ വേണം വേണം വേണം. നമ്മളെ ഓളല്ലാണ്ട് വേറെ ആരും കെട്ടൂല. എരവര ചെലവ അല്ല, എരവരഞ്ഞിപ്പോഴേ അറബിക്കടലിലുള്ളാണെങ്കിൽ ചൈനവ ഈ മുത്തപ്പാക്കുള്ള എന്താണ്ട് ഒക്കെ കയ്യ അടിച്ചടാ കയ്യ്. പിന്നെ എന്തിനാണ് എന്റെ മാമാനെ പേടിക്കണേ? പോയി ഇറക്കി വിളിച്ചിട്ട് വാട മോളെ. നമ്മളുണ്ടോ നിങ്ങളൊക്കെ ഇപ്പൊ ഇത് പറയും. ആടെ ചെല്ലുമ്പോ നമ്മൾ ഒറ്റക്ക ഉണ്ടാവുള്ളൂ. ഇതൊരു കാര്യം ചെയ്യും അവരാനെ, നമുക്ക് ഇപ്പൊ തന്നെ ഓളെ വിളിച്ചിറക്കൊണ്ട് വരണം. അതിനൊക്കെ എന്താ പറയാനുള്ളത്? കേക്കണെ കൊണ്ടൊക്കെ വലിയ ഷൂ ഉണ്ട്.
പക്ഷെങ്കിൽ അതിനിപ്പോ നമ്മളെന്താ കാട്ടേണ്ടി? ഇജ്ജ് മമ്മത്തിന് കയ്യിലെടുക്ക്. പറച്ചോന് മമ്മതൊക്കെ ആ. ഓരെന്തിനാണ് ചിലപ്പോ ഒരു വെട്ടും കുത്തും ഒക്കെ ഇവിടെ നടക്കും. പറച്ചോനത് തീ കളിയാവുമല്ലോ. ചിലപ്പോ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. എന്തു നടന്നാലും മുത്തപ്പ ഇജ്ജ് പതറരുത് കേട്ടോ. ഇല്ല, നമ്മള് മാത്രമില്ല, നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവൂലേ? ഓ നമ്മളുണ്ട്. ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാവില്ലേ? നിങ്ങൾ രണ്ടാളെ നടന്നോളി. നമ്മൾ പീടിയെ കൂട്ടി മമ്മതിനും കൂട്ടി വരാം. ആ ഓക്കെ. എന്താ പാപ്പ? എങ്ങട്ടാണ്ടി പോണേ? നമ്മൾ പജ്ജിന് വെള്ളം കാട്ടെ. എന്താ കാണാന്? നമ്മൾ പജ്ജിന് വെള്ളം കാട്ടാൻ. ഇത് പറ്റിന് വെള്ളം കാട്ടണ്ട. പറ്റിന് ഇന്ന് നോമ്പ. പറ്റ് വെള്ളം കുടിക്കൂല. കേറിപ്പോടിയാത്തേ, കേറിപ്പോടിയാത്തേ. ഓനെ കാണാൻ പോണ പോക്കാണ്. അത് നമ്മക്കറിയാം. നമ്മളടുത്ത ഓളിന്റെ കളി. ഇതിനൊക്കെ ധൈര്യം വേണ്ട. നിങ്ങളുടെ പോരേക്ക് ഞമ്മള് ബക്കറ്റും പിരിവായിട്ട് വന്നാ വിചാരിക്കാം. അവരനെ കാര്യം പറയും. പോക്കർക്ക, നിങ്ങളുടെ മോള് സൈനബി ഈ നിക്കണ മണ്ടം മുത്തപ്പയും തമ്മില് പ്രേമത്തിലാണ് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ആർക്കറിയാൻ പറ്റി പറയണേ? എത്ര ആൾക്ക് അറിയിച്ചിട്ടാ നിങ്ങള്? ആളെ കാണിച്ചു വേണ്ട. എത്ര ആളെ വേണം? നമ്മുടെ പൊന്നാര മോളാണ് ചൈനപ്പ. ഓൾ അങ്ങനെ തരാൻ പുറപ്പെടുന്ന കൂലിയാന്ന് നമുക്ക് നല്ലോണം അറിയാം. അത് വിട്ടാലാ. അത് നിങ്ങളല്ല പറയണ്ടി, പിന്നെ ഓളാ പറയണ്ടി. ഓളെ വിളിക്കുന്നേ. ഓളാ ഓള് പഠിക്കില്ല. ഓള് ഓളിന്റെ ഉമ്മാന്റെ കൂടി പോയി. നോണയാണ് പറഞ്ഞു പോക്കറെ. ഓള് ഓള് ഇന്ന് രാവിലെ കൂടി പുഴയിൽ കുറിച്ച് നമ്മൾ കണ്ടിരിക്കണേ. മോളെ സൈനബ, ജിമ്മത്തൊക്കെ വന്നാളാ. അങ്ങനെ മാറി നിൽക്ക്. മുത്തപ്പ ചോദി. ഇനി അണക്ക് എന്താ പറയാണ്ട് വെച്ചാ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാ. നമ്മളെന്താ പറയാ, നിങ്ങൾ എന്നോട് പറഞ്ഞാ മതി. ഇങ്ങോട്ട് നമ്മളിവിടെ പറഞ്ഞില്ലേ? ഇജ്ജ് സൈനവും പ്രേമത്തിലാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയണ കാര്യല്ലേ. അത് ഈ സഭയെ തന്നെ വെളിപ്പെടുത്തിക്കളാ. സൈനബ അണക്ക് എന്താ പറയണത് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാളെ. എനിക്ക് മുത്തപ്പാനെ ഇഷ്ടല്ല. നമ്മളെ പൊന്നാര മോളാണ് ചൈനപ്പ. ഓളങ്ങനെ താറാപുരപ്പിനൊന്നും പോവില്ലാന്ന് നമ്മക്കറിയാ. മണ്ടന്മാര് മണ്ടന്മാര്. നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ ന്യായം അന്റെ ഭാഗത്താ. അതെ, ഓനെ ഒതുക്കാനെ കൊണ്ട് നമ്മക്ക് ആരും സഹായം വേണ്ട. നമ്മക്കറിയാം അതെന്താ വേണ്ടിന്ന്. ഇച്ചത് പറയല്ലേ, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്താണെന്ന്. ഇപ്പൊ ന്യായം അന്റെ ഭാഗത്താണ്. ഈ മമ്മതും ഉറപ്പാണ്. ഉറപ്പാണ്. ഇജ്ജ് മാറ്റി പറയില്ല. മാറ്റി പറയില്ല. എന്നാലേ ഇജ്ജ് വാ. അടുക്കളയില് നല്ല കഞ്ഞിണ്ട്. കറിയുണ്ട. നല്ല ചച്ചക്കൂട്ടാനാണ്. അതും കൂടി പിടിച്ചാൽ പിടിച്ചാൽ എന്ത് പാപ്പാന്റെ പണി? ഇങ്ങണ്ട ആൾക്കാര് മൂന്നിട്ട് അന്നെ ഇഷ്ടല്ല പറഞ്ഞോള് അല്ലേ ഇപ്പൊ കിടന്ന് മോങ്ങിയ. അതെ, ഇതുപോലുള്ള ഭൂഷ മൂരാശി തന്തമാരെ ഒതുക്കാൻ ഈ നാട്ടിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം വരണം. ആ സാധനം വേണം. അതിനിപ്പോ നമ്മൾ എന്താ കാട്ടേണ്ടി? മുത്തപ്പ ഇജ് നിരാഹാരം കിടക്കണം. അല്ലോ പട്ടിണി കിടക്കാനാ? പിന്നെ നമ്മളാ അതിന് വേറെ ആള് നോക്കോളി. അണക്ക് സൈന്യമാനെ വേണ്ടേ? അണക്ക് നിരാഹാരം കിടക്കാൻ പറ്റുമോ? എന്താ ഈ കാര്യം അങ്ങോട്ട് നടക്കും. ഞങ്ങള് കേട്ടോളൂ. ഈ കൂടിക്കണ നാട്ടാരും ആളാരും കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയാണ്. സൈനവാക്ക് വേണ്ടിട്ട് നിരാഹാരം കിടക്കാൻ നമ്മൾ തീരുമാനിച്ചിക്കണേ.
നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വീര സഖാക്കളെ, പ്രേമം എന്താണ് പ്രേമം? ഈ ലോകാരംഭം മുതൽ കണ്ടുവരുന്ന ഒന്നല്ലേ ഈ പ്രേമം. ഇതിനെ തടുക്കാൻ, ഇതിനെ ഇല്ലാതാക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുത്തപ്പ ഇരിക്കുന്ന മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ രക്തഹാരം അണിയിക്കുന്നു. സുഹൃത്തുക്കളെ, രക്തഹാരം അണിയിക്കുന്നു. ഇനി 2 വാക്ക് ഞങ്ങളുടെ മുത്തപ്പ നിങ്ങളോട് സംസാരിക്കുന്നു. പറഞ്ഞോ പറഞ്ഞോ, നമ്മളില്ല ഇവിടെ, പറയണോ? പറഞ്ഞേ. ഹലോ, കേക്കുണ്ടോ? ഹലോ, നമ്മക്ക് ഈ പട്ടിണി കാണുന്നിട്ട് ശീലല്ല. പിന്നെ എന്താ പറയാ, പഠിച്ചോന് പാകം ഒരുപാടായിട്ടോ. അല്ല കാക്ക, നമുക്ക് വൈകിട്ട് മറ്റേ കണ്ണും പൊട്ടിക്കോ, പുല്ലാണേ പുല്ലാണേ പോത്തറ് ഞങ്ങൾക്ക് പുല്ലാണേ, കത്തിക്കും കത്തിക്കും ചീട്ടുകൾ നമ്മൾ കത്തിക്കും. മുത്തപ്പ, ഞമ്മക്ക് ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നു. എന്തായി? ഞമ്മക്ക് പോയിട്ടൊരു സുന്നത്ത് കല്യാണം. അയിന് ഞമ്മള് വേഗം പോയിട്ട് വേഗം അങ്ങ് വരാം. ഇങ്ങോട്ട് പോവാണോ? നിങ്ങളെ വിടൂല. നമ്മളിവിടെ ഒറ്റക്കോ? അവരാല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടല്ലോ. ഞമ്മള് വേഗം പോയിട്ട് വരാല്ലേ? വരൂലേ? ധൈര്യമായിട്ടിരിക്കണോ? വരണം. നമുക്ക് ചെറിയൊരു മുടി കളത്തിലുണ്ട്. അതിനിപ്പോ നിങ്ങള് പോവാ? ഇപ്പൊ വരും. ഇങ്ങനെ പോവാ? നമ്മളിപ്പോ വരും. നിങ്ങളെ വിടൂല. നമ്മളിപ്പോ വരും. നമ്മളിവിടെ ഒറ്റക്കല്ലേ? ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ വരും. അടുത്തല്ലേ? വേഗം വരണം. വരും. നമ്മുടെ ആളുണ്ട്. വേഗം വരൂല? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാരും പോയില്ലേ? ഇവിടെ പ്രേമം അലാക്കിലാവിലും കഞ്ഞില്ലേ? നമ്മക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാട്ടോ. അടുത്തോലെ രാത്രി പൊന്നാര സൈനബ, ചിന്നാലും വല്ലാത്ത പണിയാണ് കാണിച്ചിട്ടാ. ഇത് അത്രയും പേര് ഇടയിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ നമ്മളെ ഇഷ്ടല്ലാന്ന്? അത് നമ്മളെ കൊണ്ട് ബാപ്പ പറയിച്ചതാണ്. എന്താ എന്റെ കയ്യില്? പുട്ടാണ്. പറത്തോനെ പുട്ടാ? നമ്മളെ കൊണ്ട് തിന്നാൻ പറ്റൂല സൈനബ, നമ്മക്ക് നിരാഹാരാണോ. അല്ലടി, ഇതിലിപ്പോ എത്ര കുറ്റിയുണ്ട്? 2 കുറ്റിയുണ്ട്. പറത്തോനെ 2 കുറ്റിയാ? തിന്നാൻ പറ്റൂല സൈനബ. എന്റെ മുത്തപ്പ, നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ നിരാഹാരം ഒന്നും അല്ല വേണ്ടത്. ഇവിടെ വരി, നമ്മളൊരു സൂത്രം പറഞ്ഞു തരാം. അതെന്ത് സൂത്രാണ്? ഇവിടെ വരീന്ന്.
മാറിക്കോളി ഇന്ന് നമ്മളാക്കും. ആര് നമ്മള് കളിക്കും. ഇജ്ജ. ഇത് ബുദ്ധിയോട് പറ്റിയ കളിയാണ്, അനക്ക് പറ്റിയതല്ല. നിങ്ങളെ ചരക്കിൽ എത്തിയിട്ട് ചേച്ചിയുടെ മനുഷ്യ നമ്മള് പറയ പോലല്ല, നമ്മളിപ്പോ സ്മാർട്ടായിക്കണേ. നമ്മള് തീറ്റിടും, ഇത് നമ്മുടെ തൊഴിലാണ്ടാ, നമ്മള് തീറ്റിടും. എന്നാ ചേട്ടടി ഒന്നെടുത്ത രണ്ട്, രണ്ടെടുത്ത നാല്. കണ്ടോളെ കണ്ടോളെ, നോക്കിക്കോളെ നോക്കിക്കോളെ, വെക്കാൻ പോവാണ് വെക്കാൻ പോവാണ്. നായകണത്തിൽ മുതൽ ഹൈവ ഹൈവ വെക്കാം വെക്കാം, ആർക്കും വെക്കാം, ഏത് പൊട്ടനും വെക്കാം. വെച്ചാ നമ്മൾ എഴുതി വെച്ചിട്ട് വെച്ചാ ആർക്കടിച്ചത്? നമ്മക്കടിച്ചേ. ഒരു പ്രാവശ്യമൊക്കെ ഏത് പൊട്ടനും അടിക്കും. ഇത് കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൂടി വെക്കണ വെക്കണ. നോക്കിക്കോളെ നോക്കിക്കോളെ നോക്കിക്കോളെ, ഹൈവ ഹൈവ. നമ്മള് കണ്ണും പൂട്ടിട്ട് ഇതില് വെച്ചിട്ട് വെച്ചാ വെച്ചില്ല. തുറക്കി അത് തുറക്കാനൊന്നുമില്ല, അത് ഓൻ അടിച്ചാക്കണ്. നിങ്ങളെ കൊറേ കാലായി നാട്ടുകാരനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി അത് നടക്കൂല. നമ്മള് പിന്നെ സ്മാർട്ടാക്കിന് മാമാ. കള്ള ഹിമാറ് അന്നോട് നമ്മള് ചന്തക്ക് പരന്ന് പറഞ്ഞിട്ടില്ലടാ. ഇല്ല. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ എല്ലാവർക്കും വെക്കാപ്പിളും വെക്കാന്ന് പറയില്ലേ? ഓനോട് കളിക്കാൻ നമ്മളില്ല, നമ്മള് പോവാ. ഇത് ചന്ത മനുഷ്യ നിങ്ങള് ചീട്ടിട്. അത് ശരിയാകൂലാണ്. എന്റെ ഓനോട് കളിക്കാതെ നമ്മളില്ല. നിങ്ങള് ചീട്ടിട്. ഇത് പറഞ്ഞത് കൊണ്ട് ആ നമ്മള് കളിക്കാൻ ഇട്. കേട്ടിടാൻ പോവാണ് നോക്കിക്കോളെ നോക്കിക്കോളെ നോക്കിക്കോളെ. ഹൈവ ഹൈവ വെച്ചാ നമ്മൾ എഴുതി വെച്ചു വെച്ചില്ല. തുറക്കി. തുറക്കി. പൊളിച്ചണം. അതെ, ഇങ്ങനെ ഇവിടെ കൊത്തിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞോണ്ട് വേണം. മുത്തപ്പ ഇച്ചിരി വാ. ഞാൻ എന്റെ മാമനല്ലടാ. തന്നെ അതെ, നമ്മള് ചന്തതോടെ കളിക്കുന്ന കായിൽ നിന്ന് ₹1 ഒരു ₹2 കായി ഞാൻ വെക്കാൻ തരാം. എന്തേ? ഹായ് ₹2. അത് നമ്മൾ ഇങ്ങനെ ഒരു കീറിയായിട്ട് കളയും. എന്താ മാമനും മരുമോനും കൂടി അവിടെ ചർച്ചാ വിഷയം? ഒന്നുമില്ല, മൂപ്പരുടെ കയ്യിൽ കായില്ല. കായില്ലാത്തൊരു പണിക്ക് വരാൻ പറ്റോ? പറ്റൂല. എങ്ങനെയെങ്കിലും തന്ന് തപ്പുറ. സബൂരാക്കാനാണ് പറയുന്നത്. എന്താ വേണ്ടി? എന്തെങ്കിലും ചെയ്യ്. ശരി, നമുക്ക് സബൂരാക്കാം. അതന്നെ. എവിടക്കാ? ഇങ്ങോട്ട് വരി. എന്തേ? ഇങ്ങോട്ട് വരെ. ഇനി നമുക്ക് ഒരു കളി കൂടെ കളിക്കണം. ഇന്നും കളിക്കണ. ആ കളിയിൽ നിങ്ങൾ തോക്കുകയാണെങ്കിൽ തോക്കാണെങ്കിൽ നിങ്ങൾ ആ കളിയിൽ തോക്കുകയാണെങ്കിൽ ഈ കളി ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തണം. ഇല്ലെങ്കിൽ സൈനവാനെ നമുക്ക് കെട്ടിച്ചേരണം. ന്യായം. എന്റെ നായ, എവിടത്തെ നായ? ഈ കളി നമ്മൾ നിർത്തിയ ഇത് നമ്മൾ നിർത്തൂല. ഇത് നമ്മുടെ ബാപ്പാന്റെ 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 കാലത്തുള്ള കളിയാണ്. ഇത് നമ്മൾ നിർത്തൂല. പിന്നെ ഓനക്ക് കെട്ടിച്ചെടുക്കേണ്ട കാര്യം അത് നടക്കൂല. ഓനെ മണ്ടലാണ്, മരമണ്ടല്ല. ഇപ്പൊ ഞാൻ മണ്ടം പൂത്താപ്പാച്ച ഭാഗം മിണ്ടരുത്. നമ്മൾ അന്നേ മണ്ടില്ലേ നമ്മള് ന്യായത്തിന്റെ ഭാഗത്താണെന്ന്. ഇപ്പൊ ന്യായം മണ്ടം മൂത്താപ്പന്റെ ഭാഗത്താ. ചീട്ടിട് പോക്കറേ. വളരെ സാധ്യമായിട്ട് നമ്മതെ ഇവിടെ വാ.
നമ്മൾ ഇതിൽ വെച്ച് എന്തേ എങ്ങനെയുണ്ട ഈ കളി കഴിച്ച് അതോ ഇത് തെളിച്ച് പറ. അത് മാമാന്റെ പുന്നാര മോളിലെ സൈനുവന്റെ കെട്ടോളി ആ ഓള് പറ്റിച്ചൊരു പണിയല്ലേ. എന്താ പറയുന്നത് തെളിച്ച് പറ. ഏത് ചീട്ടുമേളിൽ വെക്കുമ്പോഴാണ് നമുക്ക് കായ് അടിക്കുക? രൂപ ചീട്ടില് ആണല്ല. മാമ ഇതിലേക്കൊന്ന് നോക്കിക്കാണി. ഈ മൂലക്ക് എന്തെങ്കിലും കാണണ്ട? അതെപ്പോഴും കാണാൻ 3 തുള കണ്ട അത് സൈനബ സൂചിപ്പിന്നോണ്ടിട്ട് എന്നാണ്. പിന്നെ അത് നോക്കിയിട്ട് കായ് വെക്കാനാണ് എനിക്ക് പണി. അപ്പൊ അത് എന്റെ ബുദ്ധി അല്ലല്ലേ, ചൈനബാന്റെ ബുദ്ധിയാണല്ലേ. മോളെ ചൈനബ ഇങ്ങടെ മാരക്ക് പാപ്പാന്റെ മോളല്ലത്താ. പെട്ടിയും കടക്കൊക്കെ എടുത്ത് പൊക്ക മുത്തപ്പ ഇപ്പടപ്പാ ആ കിട്ടെടുക്ക്. എടുത്തു. ഈ എന്ന് ഇട്ട് നോക്കട്ടെ. എങ്ങനെ മാമാപ്പത്? ഇത് 1 വെച്ചാ 10, 10 വെച്ചാ 50, 100. ശമ്പളം കൊണ്ടൊന്നും പറ്റില്ല മാമ. അങ്ങനെ അല്ലടാ, ഇതിനൊക്കെ ഒരു നാക്കുണ്ട്, ഒരു താളബോധമൊക്കെ വേണം.
4, 4 എടുത്ത 8, 8 എടുത്ത 10. ആർക്കും വെക്കാം, എങ്ങനെയും വെക്കാം, എപ്പോഴും വെക്കാം. ഇങ്ങനെയല്ലേ? അങ്ങനെ തന്നെ ഇത് കുറച്ച് ആക്കിട്ട് നമ്മളത് സാരില്ല. എനിക്ക് മുത്തപ്പ നമ്മുടെ പൊന്നാര മോളാണ് ജൈനപത്ര. ഇത് ഓളെ നന്നായി നോക്കണം. നമ്മള് കണ്ണിലെ പണി പോലെ നമ്മള് പോറ്റി വളർത്തിയതാണ് ഓളെ. ഉമ്മാന്റെ കുറവ് നമ്മള് വരുത്തിയിട്ടില്ല. ഈ തോളത്തിട്ടാണ് നമ്മള് ഓളെ വളർത്തിയേക്കരുത്. ഒരു മോളുള്ള പാപ്പാന്റെ നെഞ്ചിലെ പിടിച്ചല്ല. അതെനക്ക് മനസ്സിലാവില്ല. അതെനക്ക് മനസ്സിലാവണമെങ്കിൽ അതൊക്കെ മോളുണ്ടാവണം. അപ്പോളെ അതൊക്കെ തിരിയൂ. നന്നായി നോക്കണട്ടോ. നമ്മുടെ മുത്താളോള് പത്തിക്കിടരുത്. നിങ്ങൾക്ക് അറിയൂലേ ഉമ്മണി വലിയ ദുനിയാവില് എന്ന് പറയാൻ വേറെ ആരുമില്ല. എന്റെ മോന്ത കണ്ടത് ഉമ്മ വഴിയത്തായി. പിന്നുള്ളത് എന്റെ ഉപ്പ. മൂപ്പർക്കും പോക്കറ്റടിയായിരുന്നാണല്ലോ തൊഴില്. പക്ഷേ പണി ശരിക്കും അറിയൂല. ജയിലും പോലീസും പിന്നെ നാട്ടുകാരുടെ അടിയും തല്ലും പിടി ചോര തുപ്പ എന്റെ ഉപ്പ. നിങ്ങൾക്കറിയോ കോടിക്കണക്കിനുള്ള ഈ ദുനിയാവില് മനുഷ്യന്മാരുടെ ഇടയില് ഒറ്റപ്പെടുന്നതിന്റെ വേദന അത് പറഞ്ഞാ തിരിയൂല. ഒറ്റപ്പെടണം. അപ്പളാ സൈനവ ഒരു നിധി പോലെ ഇത്തിരി മുഖപത്ത് എന്റെ പേരെ വെച്ച് നീട്ടിയത്. അത് നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റിയില്ല. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ നിനക്ക്? മനുഷ്യന്മാർ തമ്മിലുള്ള മുഖപത്താണ്. അതാണ് ഏറ്റവും വലിയ നിധി. നിങ്ങൾ പറഞ്ഞില്ലേ ശൈലവാനെ പട്ടിണിക്ക് വന്നാല് ഓളെ ഞാൻ എന്റെ റാണിയാക്കും. നമ്മള് ഈ കുഞ്ഞെ കൊട്ടാരത്തിലെ സുൽത്താനും നിങ്ങളിനി എന്റെ പാപ്പ. നമുക്ക് ഈ ലോകത്തോട് മുഴുവൻ മുഹബത്താണ്. ആവാ നമുക്ക് മുഹബത്താണ്. മുഹബത്ത് നമ്മളെ ദേശങ്ങളൊക്കെ വെറുപ്പും ദേഷ്യം എല്ലാ സങ്കടങ്ങളും നമ്മള് മാറ്റി കളഞ്ഞേക്കണേ. നമ്മക്കിന്ന് സന്തോഷിക്കാറാ. വാടമുത്തപ്പ പൊന്നുമുത്തേ.